ഗൈസ്, ഇപ്പോൾ നമ്മുടെ തലശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥിയാണ് കൂടെ ഉള്ളത്. മൂപ്പരോട് ചോദിക്കാം മൂപ്പർ എന്താണ് ചെയ്യാൻ പോകുന്നത്, തലശ്ശേരി മണ്ഡലത്തിൽ ആദ്യം ജയിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് മൂപ്പരോട് ചോദിക്കാം. ഓക്കെ ഗൈസ്, സാർ തലശ്ശേരി മണ്ഡലത്തിൽ ജയിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ഞാൻ നാടിന്റെ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം തലശ്ശേരിയുടെ വികസനം. ആദ്യമായി ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ള ആളുകളെ വിളിച്ചിരുത്തി അവരോട് തലശ്ശേരിയിലെ മാറ്റത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള വളരെ വിശദമായ പഠനം നടത്തി അതുമായി മുന്നോട്ട് പോകും. താങ്ക് യു സാർ. ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ BJPയുടെ തലശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. മൂപ്പരോട് ചോദിക്കാം, എന്താണ് സാർ തലശ്ശേരി മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അത് 3 കാര്യമുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം തലശ്ശേരിയും കണ്ണൂരും യോജിപ്പിച്ചുകൊണ്ട് ഒരു ടിൻ സിറ്റി എന്നുള്ള വലിയൊരു കൺസെപ്റ്റ് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി നേതൃത്വം കൊടുക്കും. രണ്ടാമത്തേത് തലശ്ശേരിയിലെ ടൂറിസം വികസിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നമ്മൾ നടത്തും. മൂന്നാമത്തേത് തലശ്ശേരിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ മീൻസ് മോദി സർക്കാരിൻ്റെയും കേരളത്തിൽ വരുന്ന BJP സർക്കാരിൻ്റെയും സംയുക്തമായ സമീപനത്തിൽ ഒരു പുതിയ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും. ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കും അത്. ഈ 3 കാര്യമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി മണ്ഡലം LDF സ്ഥാനാർത്ഥിൻ്റെ കൂടെയാണ്. മൂപ്പരോട് ചോദിക്കാം എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ട ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, സാറ് MLA ആയിക്കഴിഞ്ഞാൽ തലശ്ശേരി മണ്ഡലത്തിൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്തായിരിക്കും സാറേ? വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ നിരവധി കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചു. ചിലതെല്ലാം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ആ തുടർച്ചയും അതിൻ്റെ പൂർത്തീകരണവും ഏറ്റവും പ്രധാനമായി കാണുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സാർ.